ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് വീട്ടിലുണ്ടാക്കാം. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് കഴിക്കുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് പാനിപൂരി. പാനിപൂരി ഭയങ്കര സിമ്പിളായിട്ടും ഭയങ്കര ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിലുണ്ടാക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് അതിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ 2 പൊട്ടറ്റോ ആണ് എടുത്തത്. പൊട്ടറ്റോ ഞാൻ 1/4 ആക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു പൊട്ടറ്റോനെ 1/2 ആക്കി. സൈസിനനുസരിച്ചാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഞാൻ നല്ല രീതിയിൽ അത് കുക്ക് ചെയ്യുന്നുണ്ട്. പൊട്ടറ്റോ കുക്കാവുന്ന ടൈം നമുക്കിനി പാനിപൂരിക്ക് വേണ്ടിയിട്ടുള്ള പാനി റെഡിയാക്കാം. പാനിപൂരിയിൽ നമ്മൾ 2 പാനി യൂസ് ചെയ്യും. ഒന്ന് സ്വീറ്റും ഒന്ന് കുറച്ച് സ്പൈസിയും. ഫസ്റ്റ് നമുക്ക് സ്പൈസി ആയിട്ടുള്ള പാനി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. നല്ല രീതിയിൽ വേണം അത് പേസ്റ്റ് ആവാൻ. നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് അടിക്കാൻ ശ്രമിക്കുക വെള്ളത്തിന് പകരം. ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. അരിച്ച് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാനത് അരിക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് അങ്ങനെ ഒഴിക്കുകയാണ്. അതിനുശേഷം നമുക്കതിൽ ആവശ്യമുള്ള എത്ര വെള്ളം നമുക്ക് ഒഴിക്കാം. ഇത് സ്പൈസി കുറവ് മതിയെങ്കിൽ പച്ചമുളകൊക്കെ കുറച്ചിട്ടാൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് ലെമൺ ജ്യൂസും ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് അതിൽ ചേർക്കാവുന്നതാണ്. കുറച്ച് കുരുമുളകും ഇടാം. അപ്പം തന്നെ ഏകദേശം അത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കാം. ഞാനതിൽ പച്ചമുളക്, കുറച്ച് മല്ലിയില, ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ടിട്ട് നേരത്തെ ബോയിൽ ചെയ്ത് പൊട്ടറ്റോ പീൽ ചെയ്ത് അത് ബോയിൽ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പീലായി വരും. ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. കാരണം അവർ കഴിക്കുമ്പം പച്ചമുളക് കടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരത് കഴിക്കത്തില്ല. അതുകൊണ്ട് പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഞാനിതിൽ കുറച്ച് ചാറ്റ് മസാല ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ ജീരകത്തിന് പൊടി തന്നെ കുറച്ചിട്ടാലും മതി. ജീരകപ്പൊടി ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചാറ്റ് മസാല ഇടുന്നത്. ഇതിപ്പോൾ നല്ല രീതിയിൽ ഈ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്വീറ്റ് പാനി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് നല്ല പഴുത്ത ഈത്തപ്പഴം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പുളി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് മിക്സിയിലിടുന്നത്. അത് രണ്ടും കൂടി നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ശേഷം ഞാനൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം നേരത്തെ ക്രഷ് ചെയ്ത് പുളിയും ഈത്തപ്പഴത്തിൻ്റെയും മിക്സ് അതിലിടാം. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് ശർക്കര ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ടും കുറച്ച് ചാറ്റ് മസാല ഇടുന്നുണ്ട്. ചാറ്റ് മസാല ഇട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ സ്വീറ്റ് പാനി ആയിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. എനിക്കും സ്വീറ്റ് പാനിയാണ് കൂടുതൽ ഇഷ്ടം. ഇതിനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിന് വേണ്ടിയുള്ള പൂരി ഫ്രൈ ചെയ്യാണ്. ഞാനിവിടെ റെഡിമെയ്ഡ് പൂരിയാണ് എടുക്കുന്നത്. ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇത് ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. ഇതെല്ലാം ഇടയ്ക്കും അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് അതിൽ കുറച്ച് തരി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിത് ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്കത് പൂരി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിത് ഓൾറെഡി ഇവിടെ റെഡിമെയ്ഡ് ഉണ്ടായതുകൊണ്ട് അത് വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി ഞാനിത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതിലൊരു പൂരി എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ച് അതിലോട്ട് പൊട്ടറ്റോ ഫില്ലിങ്സ് കുറച്ച് ആഡ് ചെയ്ത് അതിലോട്ട് കുറച്ച് സ്വീറ്റ് പാനിയും കുറച്ച് സ്പൈസി പാനിയും ഒഴിച്ച് കഴിച്ചു നോക്കി. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ ഈ വീഡിയോനെ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത 2 പേരുണ്ട്. സഞ്ജു സാഗറും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവർ വെയിറ്റ് ചെയ്യായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫുൾ പാനിപൂരി അവർ തന്നെയാണ് ഇരുന്ന് കഴിച്ചത്. അവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കെൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ബൈ.